నాది చిన్నగా పోతుంటావో చూడకపోతుంటావో ఇంట్లో చిన్నదాన్ని నేను చిత్రాల దాన్నితో చిన్నలు చూపిస్తావో చిత్రాల మనసు నాది చిన్నగా పోతుంటావో చూడకపోతుంటావో ఇంట్లో చిన్నదాన్ని నేను చిత్రాల దాన్నితో చిన్నలు చూపిస్తావో ఓ పిల్లగా వెంకటేశు చూడకపోతుంటావో కానకపోతుంటావో నా పిల్లగా వెంకటేశు చూడకపోతుంటావో కానకపోతుంటావో ఏదమ్మాయి ചേട്ടന് ഞാൻ പൈസ തരാമെന്ന് എനിക്കറിയാം. ചേട്ടാ എൻ്റെ ഭാര്യ വ്യത്യാസത്തിൻ്റെ നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. നമ്മുടെ സെൻറ്റ് മേരീസിലാണ്. നമുക്ക് പെട്ടെന്ന് പനിയും കൂടിപ്പോയി. ഉണ്ടായിരുന്ന പൈസ മൊത്തം ഞാൻ അവിടെ ഇട്ടാണ്. ചേട്ടന് തരാനുള്ള പൈസ ഉണ്ടോ? ചേട്ടൻ്റെ പൈസയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതാ. പലിശ അടക്കം 65,000 രൂപ. എനിക്കറിയാം തരാനുണ്ടെന്ന്. അത് ശരിയാക്കി വെച്ചിരുന്ന കേട്ടോ. പൈസയാണ് കേട്ടോ, ഭാര്യയുടെ ജീവനല്ല കേട്ടോ വലുത്. എനിക്ക് ഒരാഴ്ച സമയം എന്താ, ഒരാഴ്ച സമയത്തിനുള്ളിൽ ഞാൻ മുതലോ പലിശ എന്തെങ്കിലും ഒന്ന് അന്ന് തീർത്തോളാം. നീ ഒരു മയിലും പറയണ്ട. നിന്നെ സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. നീ ഇറങ്ങടാ. എൻ്റെ പൊന്ന് പൂച്ചെണ്ണ. പൂച്ചടണം. പൂച്ചല്ല പൂച്ചല്ല, പട്ടി പട്ടി പട്ടി. എൻ്റെ പൊന്ന് ചേട്ടാ, നീ ഒരു കോപ്പും പറയണ്ട. വണ്ടി ഞാൻ കൊണ്ടുപോവാ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. ഓടാ ഓടും. ഒരു മട്ടോടത്ത പൊറോട്ടയും സാമ്പാറും. നീ പൂച്ച ബിജുവിനെ ചവിട്ടി അല്ലടാ. പറയണൊന്ന് മനസ്സിലാക്കണം. സത്യത്തെ പറ്റി നീ തരാനുള്ള പൈസ എനിക്ക് തരണ്ട. പകരം നിന്റെ വണ്ടി ഞാൻ കൊണ്ടുപോകണം. അറിയിക്കടാ. നീ ഒരു അണ്ണന് ഞാൻ തരാനുള്ള പൈസ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി അണ്ണൻ കൊണ്ടുപോയി അണ്ണന് ലാഭമാണ്. എനിക്കണ്ണ ഈ വണ്ടി കൊണ്ടൊക്കെ ഒരു കുഴപ്പമില്ല. ഇപ്പം തന്നെ കൊണ്ടൊക്കെ എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. അണ്ണ എനിക്ക് 45,000 കൊടുക്കാം. അങ്ങനെ അണ്ണനുണ്ടെങ്കിൽ ലാഭമുള്ളൂ. അണ്ണ അണ്ണ ഇത്തിരി മനസാക്ഷി ഞാൻ ചോദിക്കുന്നുള്ളൂ. എൻ്റെ അണ്ണ ഇത്തിരി മനസാക്ഷി, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെന്നറിയാം, ഭാര്യ ഹോസ്പിറ്റലാണ്. 45,000 രൂപ തന്നു. വണ്ടിയുടെ കാര്യത്തിലാണ് ലാഭം മാത്രമേ ഉള്ളൂ. ഞാൻ പറയണ ഒന്ന് കേൾക്കണം അണ്ണ. ഞാൻ പറയണ ഒന്ന് കേൾക്ക്. അണ്ണന് ഞാൻ തരാനുള്ള പൈസ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയാണെങ്കിൽ ലാഭവും പക്കാ ലാഭവും. എനിക്ക് 45,000 രൂപ തന്നു ഈ വണ്ടിയാണ് വേണ്ടത്. അണ്ണനറിയാലോ എൻ്റെ ഭാര്യ, അവൾ മാത്രമേ ഉള്ളൂ എനിക്ക്. അവൾ ഹോസ്പിറ്റലിൽ പൈസ അടയ്ക്കണമെന്ന് പ്ലീസ്. ഒരുപാടായാലും എന്നെ കൊണ്ട് വലിയ ശല്യമായാലും ഇപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? 45,000 രൂപ തന്ന വണ്ടി കൊണ്ടുപോകും. ഞാൻ എങ്ങനെയാണോ അയക്കണം 45,000 രൂപ? ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാലോ. ഫോൺ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫോൺ എടുക്കാം. എനിക്കിതിന്റെ പരിപാടി ഒന്നും അറിയാൻ പാടില്ല. തുറക്ക് അതെടുത്ത് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ. തന്നെ വേണോ? എടാ
ഓടാ ജീവനൊക്കെ ഉണ്ടായി തന്നു. ബൈ പറഞ്ഞ ബൈ. നമസ്കാരം. നീയും ഞാനുമായി ഒരു കണക്കുണ്ടല്ലോ, അത് തീർക്കണ്ടേ നമുക്ക്? ബോസ് എനിക്കറിയാം. നോ നോ നോ, അതിനുള്ള സമയമായി. എൻ്റെ പൊന്ന് ബോസേ, അപ്പോ ബോസ് വിചാരിച്ച പോലെ അല്ല, ഞാൻ അത് തരാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. എന്റെ അമ്മ ഇങ്ങനെ താഴ്ന്ന മകന്മാരോടൊക്കെ ഞാൻ സംസാരിക്കാം. ചേട്ടാ 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 ഞാൻ പറയട്ടെ ചേട്ടാ, ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് ഒരുത്തനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നിങ്ങൾ വണ്ടി എടുത്തോ. ഞാൻ വണ്ടി കൊണ്ട് ഒരുത്തനെ വിട്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കാം. നീ എവിടെയാടാ? എടാ നിന്റെ പുറകെ ഞങ്ങളുണ്ട്. കുറെ നേരമായിട്ട് നിന്നെ ഞങ്ങൾ ഫോളോ ചെയ്ത് പോരുക. നീ ഉണ്ടല്ലോ ഇടയ്ക്ക് വെച്ച് നീ അങ്ങോട്ട് സ്ലിപ്പായി. എവിടെയാടാ പോയി നീ? ഞാനേ ഒരു 10 മിനിറ്റ് ഇപ്പം അങ്ങോട്ട് വിളിക്കാം. ഒരു 10 മിനിറ്റ്. സ്ഥലം പറയാനാ നിന്നോട് പറഞ്ഞത്. ഞാൻ 10 മിനിറ്റ് വിളിച്ചിട്ട് ഞാൻ അവൻ എവിടെയാണെന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ വിളിക്കാം. എന്നിട്ട് അവിടെ വെച്ചാൽ വാങ്ങിച്ചു. ഒരു 10 മിനിറ്റ്. ചേട്ടാ നമസ്കാരം. ഇപ്പം എവിടെ? ഒന്നുമില്ല വിചേട്ടാ, ഞാൻ വിളിച്ചതേ. വിചേട്ടാ ഞാൻ പോണ വഴിക്കാണ് വിചേട്ടനെ പിടിച്ചത്. ഞാൻ നമ്മുടെ ആ കുരിശുപള്ളിയില്ലേ, അവിടെ ഒരു നേർച്ച ഇടാൻ നേർന്നുണ്ടായിരുന്നു. ആ പോണ പോക്കിനാണ് ചേട്ടൻ പിടിച്ചത്. ഭാര്യ ഹോസ്പിറ്റലല്ലേ. അല്ലോ ചേട്ടാ, അധികമൊന്നുമില്ല, ഒരു 10 രൂപ ഒന്ന് എനിക്ക് വേണ്ടി ഇട്ടേക്കാവോ? ചേട്ടൻ്റെ വണ്ടി കൊണ്ടുപോയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ പോയതാണ്? ചേട്ടാ 10 രൂപ, ഒരു 10 രൂപ എൻ്റെ പേരിലൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരാം. 10 രൂപ ഇട്ടാക്കാം. ഇനി ഈ പേരും പറഞ്ഞ് എന്നെ വിളിക്കരുത്. നമ്മൾ തമ്മിലുള്ള ഇടപാടെല്ലാം തീർക്കാം. നന്ദി ചേട്ടാ, താങ്ക് യു ചേട്ടാ. എടാ പറയടാ, എവിടെയാ സ്ഥലം? വണ്ടി നമ്മുടെ കുരിശുപള്ളിയില്ലേ, ഒരു 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. ഇച്ചിരി മെൻ്റലാണേ, ചിലപ്പോൾ അവൻ്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞു കളയും. അതും കുഴപ്പമില്ല, ചേട്ടനൊക്കെ വാങ്ങിച്ചോ. പിന്നെ ആ ഫോണൊന്ന് ബോസിൻ്റെ കൊടുക്കാവോ? ബോസ് ഇപ്പം എൻ്റെ വണ്ടി കൊണ്ടുപോകാണല്ലോ. തന്നേക്കാവോ? എൻ്റെ ഈ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ട്. അങ്ങനെ ഒരു ബോസാകുമ്പോൾ എനിക്ക് ആ പൈസ ഇത്തിരി തരാൻ പാടില്ലേ? ആ ശരി ശരി. ഒരു 20,000 ലാഭല്ലേ നമുക്ക്? പ്ലീസ് അണ്ണാ, പ്ലീസ് അണ്ണാ.